യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഒന്നും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല, കാരണം നല്ല ബിസി ആയിരുന്നു. ദിവസം ഇങ്ങനെ ആയപ്പോഴാണ് ഓരോന്ന് നമ്മൾ മറന്നത് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി, അങ്ങനെയൊക്കെ ആയിട്ട് ബിസിയായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാപ്പി ഞങ്ങളായിട്ട് ഡാൻസിന് പോവാണ്. ഒരിക്കലല്ല, ഞങ്ങള് ഒന്ന് വടക്കാഞ്ചേരി വരെ പോവാണ് ഗൈസ്. എൻ്റെ ഹെയർ ഒന്ന് കെട്ടാണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്ത് നല്ല മേക്കപ്പ് കൂടുതലാണെന്ന്. ഡ്രസ്സൊക്കെ ഇട്ട് ഒന്നും കൂടിയും കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും. കുഞ്ഞിമാവിയും ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ വന്നു അല്ലേ? എന്താ ചുണ്ടൊക്കെ ചുമന്നിരിക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഹെയർ ഒന്ന് കെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ലുക്ക് നോക്കാം. ഇപ്പൊ ആരും നോക്കണ്ട, കാരണം വൈകുന്നേരം വരെ പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് ഇട്ടാലാണ് വൈകുന്നേരം വരെ നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് ചൂട് AC ഓഡിറ്റോറിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിയർക്കും, കാരണം നമ്മൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയൊക്കെ നോക്കാം അല്ലേ? സാപ്പിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മേക്കപ്പിനെ കുറിച്ചിട്ട്? സാപ്പിക്ക് ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളിതാ ചെറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞും ഭാവിയും വെറുതെ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. അവരും ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈലിങ് തുടങ്ങിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ എൻ്റെ ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ജസ്റ്റ് സിമ്പിളായിട്ട് ഫ്രണ്ടിൽ മാത്രം ക്രിമ്പ് ചെയ്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ ഫുൾ ഹെയർ സെറ്റ് ചെയ്ത് കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ കെട്ടണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് എന്നെ കൊണ്ട് പറ്റാത്ത കാരണമാണ് ഇന്ന് പാർലറിലേക്ക് വന്നത്. അപ്പോൾ അതാ ഓരോ സൈഡ് ഇങ്ങനെ ക്രിമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ ഹെയർ അഴിച്ചിടാത്ത എന്താണെന്ന് വെച്ചാൽ ആംബ്രൂവിന് എടുക്കണ കാരണം എനിക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റില്ല. ഇതാവുമ്പോൾ നമ്മൾ ഹെയർ എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെച്ചാൽ അത്രയും സമാധാനമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഹെയർ ഇങ്ങനെ കെട്ടണത്. ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളോട്ടെ ഞാൻ ഉള്ളിൽ നല്ല ടെൻഷനാണ്, കാരണം നമ്മൾ അത്യാവശ്യത്തിലധികം നേരം വൈകി. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഒരു പരിപാടിക്ക് എന്തായാലും നമ്മൾ നേരം വൈകും. അങ്ങനെ വിചാരിച്ച് സമാധാനിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഇരിക്കണത്. അപ്പോൾ ഏകദേശമൊക്കെ ഇതാ ഹെയർ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഹെയർ കെട്ടി വന്നിട്ടുണ്ട്. ഇത് കെട്ടിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി, കാരണം നമ്മൾ ഹെയർ അഴിച്ചിടുമ്പോൾ തീരെ പറ്റില്ല നോക്കാൻ വേണ്ടിയിട്ട്. ഹെയർ സ്റ്റൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇനി ഡ്രസ്സൊക്കെ ഇട്ടാൽ സെറ്റ് ആവില്ല? ഞാൻ സെറ്റ്. നമുക്ക് ഇനി വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. നല്ല നേരം വൈകി, നല്ല പറഞ്ഞാൽ നല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു പരിപാടി വെച്ചാൽ നമ്മൾ ലേറ്റ് ആവും. ഓക്കെ, നമ്മളിതാ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. ഫസ്റ്റ് തന്നെ ആംബ്രൂൻ്റെ ഫ്ലെക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നേരം വൈകിയോണ്ട് തന്നെ എൻ്റെ ലുക്കും സാപ്പിയുടെയും ആംബ്രൂൻ്റെ ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം കേക്കൊക്കെ മുന്നേ തന്നെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്ക് നല്ല ടെൻഷനായിട്ട് അതാണ് ഒന്നും കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. പിന്നെ കറക്റ്റായിട്ടൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിക്കണോടത്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ചേശ്ശെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലുള്ള ചേട്ടന്മാരും ക്യാമറമാരും ഒക്കെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. അപ്പം ഞാൻ ആംബ്രൂവിന് ഇതാ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. ആംബ്രൂവിന് ചെറിയ രീതിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. പരമാവധി ജ്യൂസൊക്കെ കൊടുത്ത് ഞാൻ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ സൈഡിലുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഗോൾഡൻ ബലൂൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ കേക്ക് ഞാൻ പറയണ്ടല്ലോ, കേക്ക് വിന്നി ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്ത് തന്നിട്ട് കേട്ടോ. ഞാനൊരു ടെഡിയുടെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. എനിക്ക് എന്താ അറിയില്ല, ആ ഒരു കേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തത്തിൽ കേക്കും അതുപോലെ സ്റ്റേജൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു സിമ്പിളായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഫുഡ് ബിരിയാണി, അതുപോലെ പൊറോട്ട, അതുപോലെ പത്തിരി, ചിക്കൻ ചില്ലി, പിന്നെ അതിലേക്കുള്ള കറികൾ, ഗുലാബ് ജാം, ഐസ്ക്രീം, കേക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ്. ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കണത് നമ്മളിനി സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൂടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആംബ്രു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉപ്പാടെ കൂടെയാണ് കേട്ടോ. എൻ്റെ കയ്യിലും ഉപ്പാടെ കയ്യിലാണ് ഇരിക്കണത്. സാപ്പിൻ്റെ അടുത്തും ഉമ്മാടത്തേക്കും കുട്ടാപ്പൂൻ്റെ അടുത്തൊക്കെ പോയാൽ അപ്പം തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതാ നമ്മൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടോ? ഇതാണ് എൻ്റെ ഫ്രോക്ക് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. പിന്നെ സാപ്പി വൈറ്റ് ഷർട്ട്, ഉണ്ണി കോട്ടും സൂട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോസ്റ്റ്യൂം വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് സ്റ്റേജിലേക്ക് കയറിയാണ്ടോ. ഇപ്പോഴും ഫുൾ ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ. കുറച്ചേശം പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കുഞ്ഞാണ് ഈ വീഡിയോ എടുത്തേക്കണത്.
എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തകരാറുകളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ വേറെ മ്യൂസിക് ഒന്നും ഞാൻ ആഡ് ചെയ്യണില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് പിടിക്കും. അപ്പോൾ യൂട്യൂബിലുള്ള മ്യൂസിക്കാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ആംബ്രൂവിന് നമ്മൾ ഇല്ലുമിനാട്ടി സോങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാ ക്ലാപ്പ് ചെയ്യണ കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പാട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരാൾക്ക് ദേഷ്യമൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ ഉപ്പാടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നു കേട്ടോ. സാപ്പി അതാണ് അവിടെ നിന്നിട്ട് വായോ വായോ പറയണത്. ആംബ്രു ഉപ്പാടെ കയ്യിൽ ഇരുന്നിട്ട് കേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ കേക്ക് ഉണ്ട് എന്ന്, എന്താ സംഭവം എന്ന് അറിയില്ല മൂപ്പരാൾക്ക്, പക്ഷെ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പേര് ഇതാ സ്റ്റേജിൽ കയറി നിൽക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്ര പേരാണ് നമ്മൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആംബ്രുവിന്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഷൂ ഒക്കെ തട്ടി താഴ്ത്ത് കിട്ടിക്കൂടും. അപ്പൊ ഞാനും സാപ്പിയും കൂടിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാവും ഇല്ലുമിനാട്ടി വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആംബ്രുവിന് ആ ഒരു പാട്ട് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ അതന്നെ വെച്ചേക്കണത്. ആംബ്രുവിന്റെ ഫേസ് ഒക്കെ നോക്കി നോക്ക് നിങ്ങൾ, എന്താ ഇത് സംഭവം, അത്ഭുതത്തിലാണ് കേട്ടോ നിൽക്കണത്. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണ ആ ഒരു പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫാമിലി ആയിട്ടാണ് ഫോട്ടോ എടുക്കണത്. പിന്നെ ഞാനും സാപ്പി ആംബ്രവും കൂടിയിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ സമ്മതിക്കണില്ല. ഇതുവരെ കേക്ക് കൊടുക്കാണ്ട് അത് കഴിച്ചപ്പോൾ അവനക്ക് നല്ല ടേസ്റ്റ് പിടിച്ചു കേട്ടോ. അപ്പോൾ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു വാശി മൊത്തം. എങ്ങനെയൊക്കെയോ നിന്ന് 2-3 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. കുറേ ഞങ്ങൾ ശ്രമിച്ചു കേട്ടോ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ആംബ്രുവിൻ്റെ ആണെന്നുണ്ടെങ്കിലും 3-4 ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പരമാവധി ഇരുത്തിയിട്ടും നിർത്തിയിട്ടും ഒക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഡ്രസ്സ് ഇട്ടതിൻ്റെയും കുറേ പേരിനെ കണ്ടതിൻ്റെ ഒക്കെ ഒരു ഇറിറ്റേഷൻ ഇല്ലാണ്ടിരിക്കില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ ഉറങ്ങിയിട്ടാ. എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും ആംബ്രും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വ്ളോഗിൽ ഞാൻ പറ്റണ പോലെ എല്ലാവരെയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറയിൽ കിട്ടാത്ത കുറച്ച് പേരുണ്ട്, അതായത് അവരുടെ ബാക്ക് മാത്രമാണ് ക്യാമറയിൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമാണ് ഈ വീഡിയോയിൽ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ. പരമാവധി ക്യാമറയിൽ കിട്ടിയതും എൻ്റെ ഫോണിൽ കിട്ടിയതും എല്ലാം ഞാൻ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ നിർത്തിയിട്ടൊക്കെ ആംബ്രുവിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ചെരുപ്പും ഡ്രസ്സും പാൻറ്റൊക്കെ ഏത് വഴിക്കാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ പ്രാന്ത് വന്ന് ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കൈയൊക്കെ. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു 3-4 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഉപ്പ കുറേ ട്രൈ ചെയ്തു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ, പക്ഷെ സമ്മതിക്കണില്ല ഗൈസ്. നിന്നിട്ടുള്ളൊരു ഫോട്ടോ വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ഇരുന്നിട്ടാണ് നമുക്ക് ഒരു 3-4 ഫോട്ടോ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആംബ്രുവിന് കേക്ക് കൊടുത്തതും അതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുത്ത ആ ഒരു
ഫോട്ടോ എടുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ അടഞ്ഞപ്പോൾ കുറച്ച് നേരം ഉപ്പാടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആമ്പ്രൂനും ഉമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. കാരണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ DJ തുടങ്ങിയിട്ടോ. ഇതിലൊറ്റ മ്യൂസിക് കൊടുക്കാത്തത് നമുക്ക് കോപ്പിറൈറ്റ് പിടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോറ ഡാൻസ് കളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിത് വീഡിയോ കിട്ടിയപ്പോഴാണ് കേട്ടോ ഞാൻ നോറ ഡാൻസ് കളിക്കണതൊക്കെ കണ്ടത്. കാരണം ആ സമയത്ത് എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. DJ ഒക്കെ തുടങ്ങിയപ്പോൾ ആമ്പ്രു ഉറങ്ങിയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സമാധാനമായി. പിന്നെ നമ്മൾ കുറേ പേരൊന്നുള്ള പരിപാടി ആയിരുന്നില്ല കേട്ടോ, 250 പേര് ഉള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ചിന്മയിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ, കാരണം കുറേ നാളായിട്ടുണ്ട് അവരിനൊക്കെ കണ്ടിട്ട്. അങ്ങനെ പിന്നെ DJ ഒക്കെ തുടങ്ങി. എല്ലാവരും തകൃതിയായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ആമ്പ്രു ഉറങ്ങിയപ്പോൾ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഒരേ ഡാൻസ് ആയിരുന്നു. കാരണം അതുവരെ അവൻ കരഞ്ഞിട്ടും അതുപോലെ അവനായിരുന്നല്ലോ, ഒന്നിലേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പാടിയും ഉമ്മാടിയും കൂടി ഇരുന്നിട്ട് അവൻ സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ. അപ്പം ഞാനും സാപ്പി എല്ലാവരും തകൃതി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഞാനിതിൽ കാണിക്കണില്ല, അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് പോയി, വളരെ കുറച്ച് പേര് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം DJ ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാനും സാപ്പി ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. ഫുഡ് അധികം കഴിക്കാനും പറ്റണില്ല, കാരണം നമ്മൾ ഡാൻസ് കളിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങണില്ല കേട്ടോ. ഞാൻ കുറേ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടയേർഡായിട്ടും വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ആമ്പ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതാ അവിടെ കഴിഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ സാപ്പിയും കുറച്ച് പേര് ഓഡിറ്റോറിയത്തിലുണ്ട്, കാരണം നമുക്ക് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ കുട്ടാപ്പുമാണ് നമ്മളെ കൊണ്ടാക്കണത്. അപ്പം ഞാനും ഉപ്പയും കുഞ്ഞിയും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കാറിൻ്റെ ഡിക്കി നോക്കിയപ്പോൾ 2-3 വണ്ടി എടുക്കണു. ആമ്പ്രൂന് ആരാ വെച്ചെന്നൊന്നും അറിയില്ല, ആരും പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അകത്തൊരു വണ്ടി എടുത്തിട്ട് ആമ്പ്രൂനെ അതിൽ ഇരുത്തിയേക്കാണ്. പിന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ നോക്കുകയാണ് കേട്ടോ, ലെൻസ് ഊരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ആമ്പ്രു ഉറങ്ങി നീറ്റപ്പോൾ മൂപ്പരാൾ ഉഷാറായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അവിടുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ സാപ്പി വന്നു. ആ ഒരു കാറ് നിറച്ച് മൊത്തം ഗിഫ്റ്റാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് നാളത്തെ ഒരു വ്ളോഗിൽ അൺബോക്സ് ചെയ്യാം കേട്ടോ. ആരെ തന്നെന്നൊന്നും നമുക്കറിയില്ല, കാരണം പേരും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് നാളത്തെ അൺബോക്സിങ് വ്ളോഗിൽ നോക്കാം ഗിഫ്റ്റൊക്കെ. കുഞ്ഞി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞി അത്യാവശ്യം വീടൊക്കെ ഒതുക്കിയിട്ടാണ് കുഞ്ഞി പിറ്റേ ദിവസം പോയത്. അപ്പോൾ ആമ്പ്രൂവിനൊരു വണ്ടിയൊക്കെ കൊടുത്ത് സിറ്റ് ഔട്ടിൽ ഇരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ സാപ്പി വരുമ്പോൾ പെപ്സിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പെപ്സിയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആമ്പ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞേക്കാണ്. എന്താ പറയുക, കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ആമ്പ്രുവിന് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് അങ്ങനെ കഴിക്കണമെന്ന്. അതുകൊണ്ട് കണ്ണിൻ്റെ അവിടത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അതൊക്കെ വാട്ടർ പ്രൂഫായ കാരണം സമയം എടുക്കും, നാളെയൊക്കെ ആയിട്ടാവും പോവുക. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി കഴിക്കാം. നമ്മൾ ബാക്കി കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ് ബിരിയാണി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് നല്ല ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു തിരക്കിലും പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഡാൻസൊക്കെ കളിച്ചപ്പോൾ നമുക്ക് വയ്യാണ്ടായി. പിന്നെ ഈ വീഡിയോ ക്ലിയർ ഇല്ലയെന്ന് എനിക്കറിയാം. എനിക്കിനി റിംഗ് ലൈറ്റ് കൊണ്ടുവന്ന് കത്തിക്കാൻ വയ്യ ഗൈസ്, തീരെ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിടക്കാൻ പോവാം, കുറച്ച് ബിരിയാണി കഴിക്കാണ്. പിന്നെ നമ്മൾ അൺബോക്സിങ് വ്ളോഗൊക്കെ നാളെ ഇടും. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. തീരെ വയ്യ. കൂടുതൽ ആമ്പ്രു കേക്ക് കിട്ടാണ്ടിരുന്നപ്പോഴാണ് കൂടുതൽ പ്രശ്നമായത്, കാരണം അവനക്ക് കൊടുക്കാത്തൊരു സാധനം കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഇനി തീരെ വയ്യ, വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കട്ടെ. ഈ ഒരു വീഡിയോ തീരെ ക്ലാരിറ്റി ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.